തമിഴ് രാഷ്ട്രീയത്തിലെ പുതിയ നിർണായക ശക്തിയാവുകയാണ് ഇളയ തളപതി വിജയ്. ഇന്ന് തമിഴ് രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ആ ചോദ്യം ഇതാണ്: വിജയ് ഒറ്റയ്ക്ക് മത്സരിക്കുമോ അതോ ഒരു പുതിയ സഖ്യം തമിഴകത്ത് ഉദയം ചെയ്യുമോ? ഈ ചോദ്യമാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ഇടനാഴികളിൽ ആളിക്കത്തുന്നത്. കരുത്തരായ DMKയ്ക്കും അണ്ണാ DMKയ്ക്കും വെല്ലുവിളിയായി വിജയുടെ തമിഴ് വെട്രി കഴകം മാറുമോ? ഉത്തരം തേടി നമുക്ക് തമിഴകത്തേക്ക് തന്നെ പോകാം. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കാലങ്ങളായി DMKയും അണ്ണാ DMKയും മാറി മാറി ഭരിക്കുന്നു. എന്നാൽ ഇവർക്കിടയിൽ ഒരു ബദൽ എന്ന നിലയിലാണ് വിജയുടെ തമിഴ് വെട്രി കഴകം അഥവാ TVK രംഗപ്രവേശനം ചെയ്യുന്നത്. അണ്ണാ DMK അധ്യക്ഷനായ എടപ്പാടി പളനിസ്വാമി വിജയ് തങ്ങൾക്കൊപ്പം നിൽക്കുമെന്നാണ് പ്രതീക്ഷ വയ്ക്കുന്നത്. പക്ഷേ അണ്ണാ DMK BJPയുമായി സഖ്യമുണ്ടാക്കി കഴിഞ്ഞു. അതേസമയം BJPയുമായും DMKയുമായും സഖ്യത്തിനില്ല എന്ന ഉറച്ച നിലപാടിലാണ് വിജയ്. ഇതോടെയാണ് പുതിയ സാധ്യതകൾ തുറക്കുന്നത്. TVK ഇപ്പോൾ സ്വതന്ത്രമായി നിലകൊള്ളുകയാണ്. എന്നാൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് കോൺഗ്രസുമായി വിജയ് സഖ്യം ഉണ്ടാക്കിയേക്കുമെന്നാണ്. ഇത് കേവലം ഊഹാപോഹങ്ങളാണോ? നമുക്ക് പരിശോധിക്കാം. തമിഴ് രാഷ്ട്രീയം ഇപ്പോൾ പുതിയ അട്ടിമറികൾക്ക് കളമൊരുങ്ങുകയാണോ? ഒരു കാലത്ത് തമിഴ്നാട്ടിൽ ശക്തമായ സാന്നിധ്യമായിരുന്നു കോൺഗ്രസ്. എന്നാൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി DMKയും അണ്ണാ DMKയും കളം നിറഞ്ഞതോടെ കോൺഗ്രസ് ഒരു ചെറിയ പാർട്ടിയായി മൂലയിലൊതുങ്ങി. നിലവിൽ DMK സഖ്യത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. ഒപ്പം CPM, CPI, VCK, മുസ്ലിം ലീഗ് തുടങ്ങിയ പാർട്ടികളുമുണ്ട്. എന്നാൽ DMKയുടെ വലിയേട്ടൻ മനോഭാവം കോൺഗ്രസിനുള്ളിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പുതിയ മുന്നണിക്ക് സാധ്യത തേടണമെന്ന് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അഭിപ്രായവും ഉയർന്നു വന്നിട്ട് നാളുകളായി. ഈ സാഹചര്യത്തിലാണ് TVKയുമായി ഒരു സഖ്യം കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. ഈ സഖ്യം വെറും തമിഴ്നാട്ടിൽ മാത്രം ഒതുങ്ങുമോ അതോ കേരളത്തിലും ഇതിന് പ്രതിഫലനങ്ങൾ ഉണ്ടാകുമോ? DMK അധ്യക്ഷനായ MK സ്റ്റാലിൻ കേരളത്തിലെ CPM നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ്. എന്നാൽ കേരളത്തിലെ കോൺഗ്രസുമായി സ്റ്റാലിന് കാര്യമായ ബന്ധമൊന്നുമില്ല. TVKയുമായി സഖ്യം ഉണ്ടാക്കുകയാണെങ്കിൽ കേരളത്തിലെ വിജയ് ആരാധകരെ കൂടെ നിർത്താൻ സാധിക്കുമോ എന്ന് കോൺഗ്രസ് നേതൃത്വം നല്ലപോലെ ആലോചിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ ജനപ്രിയ നായകന്റെ താരപ്രഭ കേരളത്തിലും കോൺഗ്രസിന് ഗുണം ചെയ്യുമോ എന്ന് കണ്ടറിയണം. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്താനായി വിജയ് സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കൂടിക്കാഴ്ചയിൽ സഖ്യത്തിനുള്ള സാധ്യതകൾ തെളിയുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ കരുതുന്നത്. എന്നിരുന്നാലും കോൺഗ്രസ് TVK നേതാക്കൾ ഇത് പരസ്യമായി സമ്മതിച്ചിട്ടില്ല. ഈ സഖ്യം യാഥാർത്ഥ്യമായാൽ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ഒരു ത്രികോണ മത്സരം ഉറപ്പാണ്. DMK സഖ്യം, അണ്ണാ DMK BJP സഖ്യം, പിന്നെ ഒരുപക്ഷെ TVK കോൺഗ്രസ് സഖ്യം. DMK കോൺഗ്രസ് ബന്ധത്തിലെ വിള്ളലുകൾ പരിശോധിക്കുമ്പോൾ DMKയുടെ രാജ്യസഭാ അംഗമായ തിരുച്ചി ശിവ മുൻ മുഖ്യമന്ത്രി കാമരാജിനെതിരെ നടത്തിയ പ്രസ്താവന കോൺഗ്രസിൽ വലിയ വിവാദമായിരുന്നു. കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ K സെൽവപെരുന്തകൈ ഉൾപ്പെടെയുള്ള നേതാക്കൾ പരസ്യമായി ഇതിനെതിരെ രംഗത്ത് വന്നു. ഈ സംഭവം ഒരു ഇരു കക്ഷികളും തമ്മിൽ അകലുന്നതിന്റെ സൂചനയായിട്ടാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തമിഴ് രാഷ്ട്രീയം ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിലാണ്. ഒരു വശത്ത് താരരാജാവിന്റെ രാഷ്ട്രീയ പ്രവേശനവും മറുവശത്ത് പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലെ വിള്ളലുകളും. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ആര് അധികാരം പിടിക്കും? വിജയുടെ വരവ് തമിഴകത്ത് പുതിയൊരു രാഷ്ട്രീയ ഭൂപടം തന്നെ സൃഷ്ടിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വിഷയത്തിലെ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.